ഞാൻ 10 നാളെങ്കിൽ ആ 3 നാളിലെ ബോഡി തെരച്ചിട്ട് ഞാൻ മേലെ പോകും. കണ്ട സാധനങ്ങൾ ഇനിയും ഉണ്ടോ കൂടുതൽ? ഇപ്പൊ ഇത്ര കിട്ടി, ഇനി എത്ര 2 സ്ഥലങ്ങളിലും അല്ല അർജുന്റെ ലോറി അല്ല അല്ലേ? അല്ല കൺഫേം അല്ലേ. എന്തായാലും മാൽപ്പ ഇനി എത്തും, ഈ വീണ്ടും പരിശോധിക്കും. നാളെ എപ്പോ എത്ര നമുക്ക് പറയാം. അപ്പുറത്തനക്ക് ഞങ്ങൾ വിളിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു തരേണ്ടതുണ്ട്. അത് നാളെ ഇപ്പൊ എനിക്ക് ഇൻഡിപെൻഡൻസ് ഇത് കൊടുക്കുന്നത്. എന്തായാലും മാൽപ്പയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ഈ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. ಇಂಪಾರ್ಟೆಂಟ್ ಇದ್ದರೆ ಅದನ್ನು ತೆಗೆದು ಆಫೀಸಿಗೆ ಪಿಡಿ ಕೊಡ್ತಾರೆ ಆಯಿತಾ. ಬ್ಯಾಕ್ ಇದ್ಯಾವುದು ಇದು ഏതോ ക്യാബിനുണ്ട്. സാധനങ്ങളല്ല വ്യക്തത നൽകണമെങ്കിൽ മനാഫാണ് ഇത് കൃത്യമായ ഉത്തരം നൽകേണ്ടത്. നേരത്തെ കണ്ടെത്തിയ ടാങ്കറിന്റെ ഇതൊരു ലോറിയുടേതാണെന്ന് അത്ര വലിപ്പമില്ല എന്നുള്ളതാണ്. സ്റ്റയറിംഗ് എന്തായാലും അത്ര വലിപ്പം കാണില്ല. ഇനി ചില ചെറിയ സ്റ്റയറിംഗ് ഉപയോഗിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മളതല്ല, പ്ലാറ്റ്ഫോം നമ്മളതല്ല. ഈ പ്ലാറ്റ്ഫോം ലോറിയുടേതാണോ പ്രത്യക്ഷത്തിൽ? ചെറിയ വാഹനമാണോ? കുറച്ച് ചെറുതായിട്ടാണ് എനിക്ക് ആ സ്റ്റയറിംഗ് കണ്ടത്. മനാഫിന്റെ ലോറിയുടേതല്ല. അതെ, അതിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ കൊണ്ട് പരമാവധി ഒരു ഇതുണ്ട്. അതിന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളാണ് ശരിക്കാൻ. ഇവിടെ ഇനിയും നിരവധി വാഹനങ്ങൾ അവിടെ ഉണ്ടാവും. വാഹനങ്ങളുണ്ട്. ആകെ എന്താ പറഞ്ഞാൽ കുറച്ച് സമയം വിശ്വമത്സരം വെള്ളത്തിൽ ഇറങ്ങാൻ കൂടുതൽ സമയവും സൗകര്യങ്ങളും ആളുകളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈശ്വർ മൽപ്പന്റെ മുകളിൽ നമുക്ക് 100% വിശ്വാസമുണ്ട്. ഈ ഈശ്വർ മൽപ്പനെയാണ് ഇത്രയും ദിവസം ഇവർ ഉൾപ്പെടുത്താതെ നിന്നത്. ഇന്ന് തന്നെ ഈശ്വർ മൽപ്പനെ എങ്ങനെയാണ് നമ്മളെ സ്വന്തം ഇതിൽ കൂട്ടിക്കൊണ്ടുവന്ന് രാവിലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്താക്കുകയാണ് 6 മണിക്ക് ഈ വെള്ളത്തിൽ ഇറക്കുകയാണ്. ആ മനുഷ്യൻ ഇപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലുണ്ട്. ആ മനുഷ്യന് അർജുൻ്റെ അമ്മക്ക് കൊടുത്തൊരു വാക്ക് നിറവേറ്റാൻ വേണ്ടി മാത്രം വന്നതാണ്. അതിനുള്ള സൗകര്യം കൂടി ഇവിടെയുള്ള ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് പലതും കണ്ടെത്താറുണ്ട്. ഇത് ഇങ്ങനെയൊന്നും തീരുന്ന പ്രശ്നമല്ല. ഇപ്പൊ കണ്ടെത്തിയ ലോകഭാഗം ഇപ്പൊ കണ്ടെത്തിയ നമ്മളതല്ല അല്ല, അത് വേറെ ഏതൊരു വാഹനത്തിൻ്റെതാണ്. ഗ്യാസ് ടാങ്കറിന് സമാനമായിട്ടുള്ളതാണ്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെറിയ സ്റ്റയറിംഗ് ആണ്. ഇല്ല അത് ഓർക്ക് ഒരു 800 അങ്ങനെ മേ ബി ആയിരിക്കാം. എന്തായാലും ഈ ദുരന്തത്തിൽ പോയ കൃത്യമായ ഒരു കണക്ക് ഇപ്പം തന്നതും തമ്മിൽ ഒരിക്കലും മാച്ച് ചെയ്യില്ല. ഇപ്പോൾ ഇവർ പറഞ്ഞത് ഒരു ടാങ്കറും ഒരു മരത്തിൻ്റെ ലോറിയാണ് ഈ വെള്ളത്തിൻ്റെ അടിയിൽ പോയത്. ആ ടാങ്കറിൻ്റെ മുക്കാ ഭാഗവും അവിടെ കയറ്റിയിട്ടിരിക്കണേ. ജസ്റ്റ് ആ ഒരു ഹെഡ് മാത്രമാണ് കിട്ടാനുള്ളത്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം നമുക്ക് എത്ര വാഹനത്തിന്റെ പാർട്സുകൾ കിട്ടിയിട്ടുണ്ട്. സാധാരണ കഴിയണം അല്ല, ഞാൻ ആദ്യം മുതലേ പറയുന്നത് ഇപ്പൊ കിട്ടിയ ടയർ മിക്കവാറും ഒരു അശോക് ലൈനിന്റെ വണ്ടിന്റെ ആണ് ആ ടയറും മറ്റുള്ള ഭാഗം കിട്ടാണ്ടുള്ള അന്വേഷണം. എന്തായാലും എനിക്ക് ഇതിൽ ദുരൂഹത തോന്നുന്നത് ഇതുവരെ 4 ഡ്രൈവർമാർ ഈ മരണപ്പെട്ടിട്ടുണ്ട്. 4 ഡ്രൈവർമാർ